തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയത് സ്നേഹം, നന്മ, ഈർപ്പം, മൂല്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയത് ജീവിതത്തിൻ്റെ തിരക്കിലാണ്. എല്ലാവരും എപ്പോഴും ആൾക്കൂട്ടത്തിലും ആരവങ്ങളിലുമാണ്. ക്രിസ്തു ആരവങ്ങളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു മൗനത്തിലേക്കും യാത്ര പോകുന്നു. ക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി, പ്രാർത്ഥിക്കാൻ പോയി എന്നല്ല, ഒരു മൗനത്തിലേക്ക് പോയി. ആൾക്കൂട്ടങ്ങളും ആരവങ്ങളുമില്ലാത്ത ഒരു ഇടത്തേക്ക് ക്രിസ്തു പോയി. ആ മൗനത്തിൽ നിന്ന് സ്വന്തം ജീവിതം കണ്ടെടുത്ത് ക്രിസ്തു തിരിച്ചെത്തുന്നു. സിനഗോഗിൽ നിന്ന് പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുവാനും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും അവിടുന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തത വിളംബരം ചെയ്തുകൊണ്ട് ക്രിസ്തു ആരംഭിക്കുന്നു. ഒരു കഥ കൂടി ഓർമ്മിക്കാം. 2 മരം വെട്ടുകാർ മരം വെട്ടി തുടങ്ങി. 2 പേരും തമ്മിൽ ഒരു മത്സരമുണ്ടായി. ആരായിരിക്കും അന്തിയാകുമ്പോൾ കൂടുതൽ മരം വെട്ടുന്നത്? ഒരു ദിവസത്തെ വെട്ടല്ലേ ഉള്ളൂ. ഒരാൾ ആഞ്ഞു വെട്ടി, മറ്റേയാൾ ഇടയ്ക്കിടെ വിശ്രമിച്ചു. ഒടുവിൽ എണ്ണി നോക്കിയപ്പോൾ മാറിയിരുന്ന് വിശ്രമിച്ചയാൾ ഒരുപാട് മരങ്ങൾ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അയാൾ പറഞ്ഞു, മാറിയിരുന്ന് വിശ്രമിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, എൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടുകയായിരുന്നു. മൗനം മനസ്സിൻ്റെ മൂർച്ച കൂട്ടും, ജീവിതത്തിൻ്റെ മൂർച്ച കൂട്ടും, വാക്കുകളുടെ മൂർച്ച കൂട്ടും, കാഴ്ചപ്പാടുകൾക്ക് തെളിമ നൽകും, സ്നേഹം ആഴമുള്ളതാക്കും. തിരക്കുകളിൽ നിന്നും ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആരവങ്ങൾക്കിടയിൽ നിന്നും ഒരു കല്ലേർ ദൂരം മാറി നിന്ന ക്രിസ്തു എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു മൗനം നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയുന്നു. മൗനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, മൗനത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഒരു ക്ഷണം. സ്നേഹപൂർവ്വം.